ഹായ് ഫ്രണ്ട്സ്, അക്കൗണ്ടൻസി ബേസിക്സുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 4 കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. 6 എണ്ണമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അതുപോലെ തുടർന്നുള്ള വീഡിയോകൾക്കായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യത്തേത് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയും. ദിസ് പ്രിൻസിപ്പിൾ റിക്വയർസ് ദാറ്റ് ദ റവന്യൂ ഈസ് കൺസിഡേർഡ് ഓൺ ദ ഡേറ്റ് വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. അൺഏൺഡ് ഓർ അൺറിയലൈസ്ഡ് റവന്യൂ ഷുഡ് നോട്ട് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു റവന്യൂ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ഇൻകം എപ്പോഴാണ് അത് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ഇൻകത്തിന് എപ്പോഴാണ് ഇൻകമായിട്ട് കാണിക്കേണ്ടത് എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഇൻകം അല്ലെങ്കിൽ റവന്യൂ എപ്പോഴാണോ റിയലൈസ് ചെയ്യുന്നത് ആ ഒരു ഡേറ്റിലാണ് നമ്മൾ ഇൻകമായിട്ട് അത് കാണിക്കേണ്ടത്. അതായത് ഇൻകം എപ്പോഴാണോ ജനറേറ്റ് ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെ മുകളിൽ എപ്പോഴാണോ ക്യാഷ് കിട്ടാനാവുന്നത് ആ ഒരു ഡേറ്റിലാണ് അത് ഇൻകമായിട്ട് കാണിക്കേണ്ടത്. അൺഏൺഡ് ആയിട്ടുള്ള ഇൻകംസ് നമ്മൾ അക്കൗണ്ട്സിൽ പരിഗണിക്കാൻ പാടുള്ളതല്ല, ഇൻകമായിട്ട് റേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അതായത് നമുക്ക് അടുത്ത മാസം അല്ലെങ്കിൽ ഭാവിയിൽ കിട്ടേണ്ട ഒരു കാര്യം നേരത്തെ കിട്ടിയാൽ അഡ്വാൻസ്ഡ് ആയൊക്കെ കിട്ടും. ചിലപ്പോൾ സെയിൽസിന് വേണ്ടി അഡ്വാൻസ് റിസീവ് ചെയ്യാം. ആ ഒരു സമയത്ത് നമ്മളത് അഡ്വാൻസ്ഡ് ആയി തന്നെ ലയബിലിറ്റി എന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ആ ഒരു സമയത്ത് ഇൻകമായിട്ടല്ല. എപ്പോഴാണോ അതിൻ്റെ ഇൻകം ജനറേറ്റ് ആവുന്നത്, നമുക്ക് എപ്പോഴാണോ അതിൻ്റെ മുകളിൽ ക്യാഷ് കിട്ടാനാവുന്നത് ആ ഒരു സമയത്താണ് ഇൻകമായിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലാണ് അതിന് വരുമാനമുള്ളത്. ഒന്ന് ഡയറക്റ്റ് ഇൻകം, അതായത് സെയിൽ ഓഫ് ഗുഡ്സിലൂടെ, ആ ഗുഡ്സ് അല്ലെങ്കിൽ ഗുഡ്സ് വിൽക്കുന്നതിലൂടെ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ, എന്താണോ ബിസിനസ്സിൻ്റെ ഡയറക്റ്റ് ആക്ടിവിറ്റി അതിലൂടെ കിട്ടുന്ന ഇൻകം, അതാണ് ഡയറക്റ്റ് ഇൻകം. ദെൻ മറ്റുള്ള ഇൻകംസ്, ഇൻഡയറക്റ്റ് ഇൻകംസ് ഉണ്ട്. റെൻറ്റ്, അതുപോലെ ഇൻട്രസ്റ്റ്, കമ്മീഷൻ, ഇതുപോലുള്ള ഇൻകംസും ഉണ്ട്. സെയിൽസിലൂടെയുള്ള വരുമാനത്തിനെയാണ് സാധാരണയായിട്ട് റവന്യൂ എന്ന് പറയുന്നത്. മറ്റുള്ളതൊക്കെ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, ഇൻകം എന്ന ടേമിലാണ് പറയുക. അപ്പോൾ എപ്പോഴാണ് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്തു അല്ലെങ്കിൽ സെയിൽസിലൂടെയുള്ള ഇൻകം ജനറേറ്റ് ചെയ്തു, റെക്കഗ്നൈസ് ചെയ്തു അല്ലെങ്കിൽ ഏൺ ചെയ്തു എന്ന് പറയുക എന്ന് നോക്കാം. According to this principle, revenue is earned or recognized at the point of sale, when the title of goods passes from the seller to the buyer. അതായത് എപ്പോഴാണോ സെയിൽ നടക്കുന്നത്, ആ ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് സെല്ലറിൽ നിന്ന് ബയറിലേക്ക് എപ്പോഴാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോഴാണ് ആ സെയിൽസുമായി ബന്ധപ്പെട്ട ഇൻകം ജനറേറ്റ് ചെയ്തു അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ട് എപ്പോഴാണ് ഒരു സെയിൽ നടന്നു അല്ലെങ്കിൽ സെയിൽസുമായി ബന്ധപ്പെട്ട ഇൻകം ജനറേറ്റ് ചെയ്തു എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, എപ്പോഴാണോ ആ സെല്ലറിൽ നിന്ന് ബയറിലേക്ക്, വാങ്ങിയയാളിലേക്ക് ആ ഒരു ഗുഡ്സ് എന്താണോ വിൽക്കുന്നത് ആ ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ടൈറ്റിൽ എപ്പോഴാണോ ട്രാൻസ്ഫർ ചെയ്തത് അപ്പോഴാണ് അതിൻ്റെ മുകളിലുള്ള ഇൻകം ജനറേറ്റ് ആയി എന്ന് പറയുന്നത്. അതായത് ആ സെയിൽ നടക്കുമ്പോൾ ആണത് ഇൻകം ജനറേറ്റ് ആവുന്നത്. അത് ചിലപ്പോൾ ക്യാഷിനായിരിക്കാം വിറ്റത് അല്ലെങ്കിൽ ക്രെഡിറ്റിനായിരിക്കാം. പേയ്മെൻറ്റ് വന്നോ ഇല്ലയോ എന്നുള്ളത് അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പേയ്മെൻറ്റ് ഭാവിയിലാണ് തരുന്നതെങ്കിൽ പോലും അവിടെ ഇൻകം ജനറേറ്റ് ആയി നമ്മൾ പരിഗണിക്കണം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജനുവരി 20-ാം തീയതിയാണ് സെയിൽ നടന്നത്, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നത് ഫെബ്രുവരി 15-ാം തീയതിയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഏത് മാസത്തെ റവന്യൂലായിരിക്കും അത് പരിഗണിക്കുക? ജനുവരി മാസത്തെയാണ്. ജനുവരിയിൽ സെയിൽ നടന്നിട്ടുണ്ട്, അപ്പോൾ തന്നെ ആ ഗുഡ്സ് ബയർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജനുവരിയിലത്തെ സെയിൽസിലാണ് അത് പരിഗണിക്കുക. ഫെബ്രുവരിയിലാണ് ക്യാഷ് തരുന്നതെങ്കിൽ പോലും അത് ജനുവരിയിലെ സെയിൽസിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രിൻസിപ്പിൾ പ്രകാരം പരിഗണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സെയിൽസിൻ്റെ കേസിൽ സെല്ലറിൽ നിന്ന് ബയറിലേക്ക് എപ്പോഴാണോ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോഴാണ് അതിൻ്റെ ഇൻകം ഏൺ ചെയ്തു എന്ന് പറയുക. ഇനി ഇൻഡയറക്റ്റ് ഇൻകംസ് ആണെങ്കിലോ, ഇൻഡയറക്റ്റ് ഇൻകംസിൻ്റെ കേസിൽ ടൈം ബേസിസിലാണത് പരിഗണിക്കുക. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ,
മാർച്ച് 2020 നമുക്ക് കിട്ടേണ്ട റെൻറ്റ്, അതായത് മാർച്ചിലെ റെൻറ്റാണ്. നമ്മളുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാർച്ച് മാസത്തെ റെൻറ്റ് നമുക്ക് കിട്ടാനുണ്ട്. പക്ഷേ അത് കിട്ടിയത് എപ്പോഴാണ്? ഏപ്രിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഏത് മാസത്തെയാണ്? അത് ശരിക്കും മാർച്ചിൽ കിട്ടേണ്ടതാണ് അല്ലേ? മാർച്ച് മാസത്തെ റെൻറ്റാണ്. പക്ഷേ ഏപ്രിലാണ് കിട്ടിയതെങ്കിൽ പോലും അത് മാർച്ചിലെ റവന്യൂ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. മാർച്ചിൽ ക്ലോസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മളത് ഇൻകമായിട്ട് പരിഗണിക്കുക. അത് അല്ലാതെ ഏപ്രിലിൽ തുടങ്ങുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലല്ല. ഓക്കെ, അപ്പോൾ ഏത് പീരീഡുമായി ബന്ധപ്പെട്ടതാണോ, ഏത് മാസത്തിലാണോ നമുക്ക് ആ ഒരു റവന്യൂ കിട്ടേണ്ടത്, ആ ഒരു മാസത്തിൽ അത് റവന്യൂ ആയിട്ട് അല്ലെങ്കിൽ ഇൻകമായിട്ട് നമ്മൾ പരിഗണിക്കണം. ഈ ഒരു പ്രിൻസിപ്പിളിന് 2 എക്സെപ്ഷൻസ് കൂടിയുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുള്ളതാണ്. അതിലൊന്നാമത്തെയാണ് ഹയർ പർച്ചേസ് സെയിൽ. ഹയർ പർച്ചേസ് നമുക്കറിയാം, ഒരു ഇൻസ്റ്റോൾമെൻറ്റിന് വിൽക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വാഹനങ്ങൾ വിൽക്കുന്നൊരു ഷോപ്പാണ്, കാർ വിൽക്കുന്നൊരു ഷോപ്പാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഇൻസ്റ്റോൾമെൻറ്റിന് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഹയർ പർച്ചേസ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 2-3 വർഷങ്ങൾ എടുത്തിട്ടാകും അതിൻ്റെ ഇൻസ്റ്റോൾമെൻറ്റ് പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗുഡ്സ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ മുൻപേ പറഞ്ഞ കേസിൽ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ഓണർഷിപ്പും ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് തന്നെ അതിനെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്തത്. എന്നാൽ ഹയർ പർച്ചേസിൻ്റെ കേസിൽ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ആ ഡൗൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ പേയ്മെൻറ്റ് അടക്കുമ്പോൾ തന്നെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ആ ഒരു ഗുഡ്സ് യൂസ് ചെയ്യാൻ, അത് കൈവശം വെക്കാനുള്ള ഒരു റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഓണർഷിപ്പ് എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുക? എപ്പോഴാണോ ലാസ്റ്റ് ഇൻസ്റ്റോൾമെൻറ്റും പേ ചെയ്ത് തീരുന്നത്, അപ്പോൾ മാത്രമേ അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. ഇവിടെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ സെയിൽസ് നടന്നതായിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല, കാരണം അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. എന്നാൽ ഇൻസ്റ്റോൾമെൻറ്റ് എപ്പോഴാണോ തീരുന്നത് അതുവരെ വെയിറ്റ് ചെയ്യാനും സാധിക്കില്ല, അതും പ്രായോഗികമല്ല. അപ്പോൾ ഓരോ മാസവും എത്രത്തോളം ഇൻസ്റ്റോൾമെൻറ്റ് ഡ്യൂ ആകുന്നുണ്ടോ ആ ഒരു മാസം അത്രയും എമൗണ്ട് ഇൻകമായിട്ട് കാണിക്കുകയാണ് ചെയ്യുക. ഒരു മാസം 10,000 ഇൻസ്റ്റോൾമെൻറ്റ് അടക്കാനുണ്ട്. അപ്പോൾ എപ്പോഴാണോ അത് ഡ്യൂ ആകുന്നത്, എപ്പോഴാണ് കിട്ടാനാവുന്നത് സ്ഥാപനത്തിന്, ആ ഒരു സമയത്ത് അത് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓരോ മാസവും എത്രത്തോളം ഇൻസ്റ്റോൾമെൻറ്റ് കിട്ടാനുണ്ടോ അതാണ് ഓരോ മാസത്തെയും ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഹയർ പർച്ചേസിൻ്റെ കേസിൽ. ദെൻ അടുത്തൊരു എക്സെപ്ഷനായിട്ട് പറയുന്നതാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട്സ്. കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് കോൺട്രാക്റ്റുകൾ, റോഡ്, ബ്രിഡ്ജസുമായി ബന്ധപ്പെട്ടൊക്കെ കോൺട്രാക്റ്റുകൾ. കോൺട്രാക്റ്റിൻ്റെ കേസിലും ഇതുപോലെ തന്നെയാണ്. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഫുൾ എമൗണ്ട് കിട്ടില്ല. ആ വർക്ക് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഒരു സ്ഥാപനത്തിന്, കമ്പനിക്ക് ഫുൾ എമൗണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ കോൺട്രാക്റ്റ് വർക്കിൻ്റെ ഓരോ ഘട്ടം കഴിയുന്തോറും ആ ബന്ധപ്പെട്ട ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അത് സർട്ടിഫൈ ചെയ്യും. അതിന് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയും. അത് എത്രത്തോളം പൂർത്തീകരിച്ചു എന്നത് അവരൊരു ഇവാലുവേഷൻ നടത്തിയിട്ട് ആ പൂർത്തീകരിച്ചതുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റ് നൽകും. ഇങ്ങനെ ഒരു വർഷത്തിൽ എത്രത്തോളം വർക്ക് സർട്ടിഫൈഡ് ഉണ്ട് അത്രയും ഭാഗമായിരിക്കും ആ ഒരു വർഷത്തെ ഇൻകമായിട്ട് കാണിക്കുക. കാരണം ഒന്നിൽ കൂടുതൽ വർഷങ്ങളായിരിക്കും ഒരു കോൺട്രാക്റ്റൊക്കെ പൂർത്തീകരിക്കാൻ എടുക്കുക. ഓക്കെ, ഇതാണ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത്രയാണ് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അടുത്ത ഒരു പ്രിൻസിപ്പിളാണ് കോസ്റ്റ് പ്രിൻസിപ്പിൾ. കോസ്റ്റ് പ്രിൻസിപ്പിൾ ഇൻസിസ്റ്റ് ദാറ്റ് cost of assets should be recorded in the books of accounts at their purchase price and not on the market value. അസറ്റുകൾ, ഫിക്സഡ് അസറ്റുകൾ റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് പ്രൈസിലായിരിക്കണം, മാർക്കറ്റ് വാല്യൂവിൽ ആയിരിക്കരുത്. ഇത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ എത്ര ചിലവായി, അത് പിന്നീട് നമ്മളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാനും അത് ഇൻസ്റ്റോൾ ചെയ്യാനും ചിലവായത്, ഇത് മുഴുവൻ ടോട്ടൽ ചെയ്യുന്നതാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റിലായിരിക്കണം ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നീട് ആ ഒരു എമൗണ്ടിൽ നിന്ന് ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കുറച്ച് കാണിക്കണം. അല്ലാതെ ഓരോ വർഷത്തിലും അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ചിലപ്പോൾ മാറിയിരിക്കാം, മാർക്കറ്റിൽ അതിനുള്ള ഒരു പ്രൈസ് ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷേ അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല, നമുക്ക് എത്ര ചിലവായിട്ടുണ്ട് എന്നത് മാത്രമേ നമ്മളത് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ അടുത്ത പ്രിൻസിപ്പിൾ മാച്ചിങ് പ്രിൻസിപ്പിൾ. മാച്ചിങ് പ്രിൻസിപ്പിൾ. ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ the expenses incurred in an accounting period should be matched with the revenues recognized in that period. അതായത് ഒരു വർഷത്തിൽ എത്രത്തോളം റവന്യൂ ഉണ്ടോ ആ റവന്യൂവിന് ആനുപാതികമായിരിക്കണം ആ വർഷത്തിലെ എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. റവന്യൂ
എത്രത്തോളം ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളായിരിക്കണം ആ ഒരു വർഷത്തിൽ അക്കൗണ്ട് ചെയ്യേണ്ടത്. ഈ പ്രിൻസിപ്പിൾ ഒരു അക്രൂവൽ കൺസെപ്റ്റാണ്. അതായത് അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ എക്സ്പെൻസും റവന്യൂസും അതെപ്പോഴാണ് ഡ്യൂ ആവുന്നത് ആ ഒരു സമയത്ത് അത് അക്കൗണ്ട് ചെയ്യണം. ക്യാഷ് കിട്ടിയിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിഗണിക്കേണ്ടതല്ല. ഒരു എക്സ്പെൻസ് ഡ്യൂ ആയി, എക്സ്പെൻസിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനായി ആ ഒരു സമയത്ത് നമ്മളത് എക്സ്പെൻസായി കാണിക്കണം. ഇൻകം നമുക്ക് കിട്ടാനായിട്ടുണ്ടെങ്കിൽ അത് ഇൻകമായിട്ടും കാണിക്കണം. ക്യാഷ് വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ, ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും അവിടെ പരിഗണിക്കേണ്ടതില്ല. ഓക്കെ. റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും അസറ്റോ ഒരു സർവീസോ യൂസ് ചെയ്യുമ്പോഴാണ് ഒരു എക്സ്പെൻസ് സംഭവിക്കുന്നത്. അതായത് എക്സാമ്പിളായിട്ട് പറയുമ്പോൾ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു എംപ്ലോയിയുടെ സർവീസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. റെൻ്റ് ആണെങ്കിൽ ആ ഒരു അസറ്റ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്, അതിൻ്റെ ഒരു റിട്ടേൺ ആയിട്ടാണ് റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഏതൊരു പീരീഡിലാണോ സർവീസ് യൂസ് ചെയ്തത് അല്ലെങ്കിൽ അസറ്റ് യൂസ് ചെയ്തത് ആ പീരീഡിൽ അത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. അത് എപ്പോഴാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു പീരീഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നോ ആ പീരീഡിൽ എക്സ്പെൻസ് ആയിട്ടാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് പീരീഡിലെ അക്കൗണ്ടിങ് ആണോ ചെയ്യുന്നത് ആ പീരീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ആ പീരീഡിൽ കാണിക്കുക. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടേണ്ടതായിട്ടുള്ളതും കിട്ടിയതുമായ ഇൻകംസ്, ആ ഫിനാൻഷ്യൽ ഇയറുമായി ബന്ധപ്പെട്ട ഇൻകംസ് നമ്മൾ ആ ഒരു പീരീഡിൽ കാണിക്കുക. അത് വേറെ പീരീഡുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ കാണിക്കാൻ പാടുള്ളതല്ല. ഓക്കെ. ഈ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ, അതുപോലെ അക്രൂഡ് റവന്യൂസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഇതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള ഒരു എക്സ്പെൻസ് ഇപ്പോൾ തന്നെ മുൻകൂട്ടി അടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യും? ആ ഒരു ഏത് എക്സ്പെൻസ് ആണോ, സാലറി പ്രീപെയ്ഡ് ആണെങ്കിൽ സാലറിയിൽ നിന്ന് കുറച്ച് കാണിക്കുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ഒരു വർഷത്തെ എക്സ്പെൻസ് അല്ല അതുകൊണ്ടാണ് കുറച്ച് കാണിക്കുന്നത്. അത് അടുത്ത വർഷത്തേക്കുള്ളതാണ്, നമ്മളിപ്പോൾ തന്നെ കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി അക്രൂഡ് റവന്യൂ ആണെങ്കിൽ അതായത് ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, നമുക്ക് കിട്ടാനായിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല, പക്ഷേ കിട്ടാനായിട്ടുള്ളത് കൊണ്ട് നമ്മളുടെ ഇപ്പോഴുള്ള ഇൻകത്തിൻ്റെ കൂടെ കൂട്ടി കാണിക്കും. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളാണെങ്കിൽ എന്തെങ്കിലും എക്സ്പെൻസ് കൊടുക്കാനുണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ റെൻറ്റ് നമ്മൾ കൊടുക്കാനായിട്ടുണ്ട്, ഈ വർഷം നമ്മൾ കൊടുക്കേണ്ടതാണ് പക്ഷേ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ പോലും ഈ വർഷത്തെ റെൻറ്റിൻ്റെ കൂടെ നമ്മൾ കൂട്ടി കാണിക്കും അല്ലേ. അതായത് ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്, നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ വർഷവുമായി ബന്ധപ്പെട്ടതാണ്. സോ ഈ വർഷത്തെ എക്സ്പെൻസിൽ അത് കാണിക്കണം. ഇങ്ങനെയാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മളൊരു വർഷത്തെ പ്രോഫിറ്റോ ലോസോ കണക്കാക്കുന്ന സമയത്ത് ആ ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള മുഴുവൻ ഗുഡ്സിൻ്റെയും വാല്യൂ നമ്മൾ കാണിക്കില്ല. ഓക്കെ. നമ്മൾ എത്രത്തോളം ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട കോസ്റ്റ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എന്നുള്ളത് മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളത്. ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. സപ്പോസ് 1st April 2019 to 31st March 2020 ഇതാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് വിചാരിക്കുക. 1st April 2019 സ്ഥാപനത്തിൽ 1000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. അതായത് പ്രീവിയസ് ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഇപ്പോഴത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഈ ഒരു വർഷത്തിനുള്ളിൽ പുതിയതായിട്ട് 2000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിയിട്ടുമുണ്ട്, പർച്ചേസ് 2000 രൂപയുടെ സ്റ്റോക്കുമുണ്ട്. ഇപ്പോൾ ടോട്ടൽ 3000 രൂപയുടെ സ്റ്റോക്കാണ് ആ ഒരു ബിസിനസ്സിൽ ആ ഒരു വർഷം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. ഇതിൽ നിന്ന് 2500 രൂപയുടെ സ്റ്റോക്ക് ആ ഒരു വർഷത്തിൽ തന്നെ വിറ്റിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 31 ആ ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആകുമ്പോഴേക്ക് 2500 രൂപയുടെ സ്റ്റോക്ക് വിറ്റിട്ടുണ്ട്, ബാക്കി 500 രൂപയുടേത് വിൽക്കാതെ ബാക്കിയായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഗുഡ്സ് റിമൈനിങ് അൺസോൾഡ് അറ്റ് ദ ടൈം ഓഫ് ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് വിൽക്കാതെ ബാക്കി വന്ന ഗുഡ്സാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ എത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ അതിന് ആനുപാതികമായിട്ടായിരിക്കണം എക്സ്പെൻസ് അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നാണല്ലോ. അതായത് ഒരു റവന്യൂ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് അവിടെ അക്കൗണ്ട് ചെയ്തിരിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് മാർച്ച് 31 ആയിട്ടും
അവിടെ വിൽക്കാതെ വെച്ചിട്ടുള്ളതാണ്, വിൽപ്പന നടന്നിട്ടില്ല, അതുകൊണ്ട് അതുമായി ആ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് അവിടെ സെയിൽസ് ജനറേറ്റ് ചെയ്തിട്ടില്ല. സോ സെയിൽസ് ജനറേറ്റ് ആവാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കോസ്റ്റും ആ ഒരു പീരീഡിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടതില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിനാൻഷ്യലിലെ എക്സ്പെൻസിൽ നിന്ന് നമ്മൾ അത്രയും എമൗണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണോ അത്രയും എമൗണ്ട് കുറച്ച് കാണിക്കും. ആ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റ് വരുന്നതിന് വേണ്ടി നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു 3000 എന്ന ഫിഗറിൽ നിന്ന് ആ ഒരു 500 കുറഞ്ഞിട്ട് ബാക്കി 2500 ആകും അവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എത്രയാണോ സെയിൽ ചെയ്തത് അതുമായി ബന്ധപ്പെട്ട കോസ്റ്റ്. സെയിൽ ചെയ്യാത്തത് ഈ 500ൻ്റെ കോസ്റ്റ് ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു, ഇനിയപ്പോൾ നെക്സ്റ്റ് ഇയറിലാവും അത് സെയിൽ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് കാണിക്കും. ട്രേഡിംഗ് അക്കൗണ്ടിനെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഫൈനൽ അക്കൗണ്ട്സിനെ പറ്റിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുകൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ദെൻ ഇനി അടുത്തൊരു പ്രിൻസിപ്പിളാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ റെലവൻറ്റ് ആൻഡ് റിലയബിൾ ഇൻഫർമേഷൻ സോ ദാറ്റ് the information may be useful for the users. അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാ റെലവൻ്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ളതുമായ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യണം, വെളിപ്പെടുത്തണം. ഒരു ഇൻട്രസ്റ്റഡ് യൂസറിന്, അതായത് മാനേജ്മെൻ്റ് ആവാം, ഗവൺമെൻറ് ആവാം, മറ്റു ക്രെഡിറ്റേഴ്സ് ആവാം, ആരും ആയിക്കോട്ടെ, ആരാണോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത് അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ പാകത്തിനുള്ള ഇൻഫർമേഷൻസ് അതിൽ നൽകിയിരിക്കണം. ഓക്കെ, അത് റിലയബിൾ ആയിരിക്കണം, വിശ്വസനീയമായ കാര്യങ്ങളായിരിക്കണം, അതുപോലെ തന്നെ റെലവൻ്റ് ആയിട്ടുള്ള പ്രാധാന്യമർഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻവെൻട്രി വാല്യൂ ചെയ്യാൻ വേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ, അതുപോലെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫിഫോ, ഇതൊക്കെ ഓരോ മെത്തേഡുകളാണ്. അപ്പോൾ ഏത് മെത്തേഡ് പ്രകാരമാണ് ഇൻവെൻട്രി വാല്യൂ ചെയ്തത് എന്നുള്ളത് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഫുട് നോട്ടായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അത് കാണുന്ന ഒരു യൂസർക്ക്, മാനേജ്മെൻ്റ് ആണെങ്കിൽ മാനേജ്മെൻറ്റിന് പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ദെൻ ഇനി അടുത്ത ഒന്നാണ് ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് every business transaction has a dual effect or two aspects, that is receiving aspect and giving aspect. ഒരു ബിസിനസ്സിൽ ഏതൊരു ഇടപാട് നടന്നാലും അവിടെ രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. ഒരു റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ടാവും, ഒരു ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുന്നുണ്ടാവും, നമ്മൾ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുക്കുന്നുമുണ്ടായിരിക്കും. ഇതിൽ റിസീവിങ് ആസ്പെക്റ്റിന് എന്താണോ നമുക്ക് കിട്ടുന്നത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഗിവിങ് ആസ്പെക്റ്റ് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിളാണ് ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ. ഇത് പ്രകാരം ഏതൊരു ട്രാൻസാക്ഷൻ നടന്നാലും അവിടെ രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ടാവും, റിസീവിങ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും. നമ്മളൊരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു, ക്യാഷ് കൊടുത്തിട്ട് ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കവിടെ റിസീവിങ് ആസ്പെക്റ്റ് എന്നുള്ളത് മെഷീനറിയാണ്. മെഷീനറി എന്നൊരു വസ്തു അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ സ്വീകരിക്കുന്നു. അതുപോലെ ക്യാഷ് എന്നൊരു അസറ്റ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ സ്വീകരിക്കുന്ന മെഷീനറിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ക്യാഷിനെ നമ്മൾ ഗിവിങ് ആസ്പെക്റ്റാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി മറ്റൊരു എക്സാമ്പിൾ, സാലറി. നമ്മൾ ക്യാഷ് ആയിട്ടാണ് സാലറി കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കും അല്ലേ. അപ്പോൾ അവിടെ ഗിവിങ് ആസ്പെക്റ്റ് എന്താണ്? ക്യാഷ് ആണ്. അപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. എന്താണ് നമ്മളുടെ റിസീവിങ് ആസ്പെക്റ്റ്? ആ ഒരു എംപ്ലോയിയുടെ സർവീസ് നമ്മൾ അവിടെ റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സർവീസ് റിസീവ് ചെയ്യുന്നു, അതിനെ നമ്മൾ സാലറി എന്ന ടേമിൽ കാണിക്കുന്നു. അതുകൊണ്ട് റിസീവിങ് ആസ്പെക്റ്റ് ആയതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, പേയ്മെൻറ്റ് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു, ഗിവിങ് ആസ്പെക്റ്റ് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും അതിനൊരു റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും, അതിന് ഈക്വൽ ആയിട്ടുള്ള സെയിം വാല്യൂവിലുള്ള ഒരു ഗിവിങ് ആസ്പെക്റ്റും അവിടെ ഉണ്ടായിരിക്കും. തുല്യ പ്രാധാന്യമായിരിക്കും ഗിവിങ് ആസ്പെക്റ്റിനും റിസീവിങ് ആസ്പെക്റ്റിനും ഉണ്ടായിരിക്കുക. ഇതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ.
The system of recording transactions with dual aspect concept is called double entry system of accounting. ഓക്കെ, ഈ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് അറിയപ്പെടുന്നത്. ഓരോ ട്രാൻസാക്ഷൻ്റെയും രണ്ട് ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. അടുത്തൊരു പ്രിൻസിപ്പിളാണ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഈ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസും കൃത്യമായ എവിഡൻസിൻ്റെ ബേസിലായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്. ആഡിക്വേറ്റ് എവിഡൻസ് അവിടെ ഉണ്ടായിരിക്കണം. അക്കൗണ്ടൻറ്റിൻ്റെ സ്വന്തം താല്പര്യപ്രകാരമോ കൃത്യമായ എവിഡൻസ് ഇല്ലാതെയോ ഒന്നും റെക്കോർഡ് ചെയ്യരുത്. റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടുള്ളതും പരിശോധന വിധേയമായിട്ടുള്ളതും ആയിരിക്കണം എന്നതാണ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. ഓക്കെ, ഒരു 4 പ്രിൻസിപ്പിൾസ് കൂടി പറയാനുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്